ലോകത്ത് എല്ലായിടത്തും തന്നെ സംരംഭകർ വലിയ ചാലഞ്ച് നേരിടുന്ന ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് പോകാൻ പലരുമായിട്ട് കോപ്പറേഷൻ ടൈപ്പ് എന്ന് പറയുമല്ലോ. ഹീറോ സൈക്കിളായിരുന്നല്ലോ ഇന്ത്യയിലെ ലീഡിങ്. അവർ ഹോണ്ടയിലെ വലിയ കമ്പനിയായിട്ട് ചേർന്ന് ഹീറോ ഹോണ്ട ബൈക്ക് ഉണ്ടാക്കി. അത് നല്ല വിജയഗാഥയായിരുന്നു. അത് പിരിഞ്ഞപ്പോൾ അവർക്ക് അത്രയും മുന്നോട്ട് വേഗത്ത് പോകാൻ പറ്റിയില്ലല്ലോ. അതേസമയം മാരുതി സുസുക്കി ഇന്നും ആ സുസുക്കി ജപ്പാനുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്. മാരുതിയുടെ വണ്ടിയിൽ മാരുതി സുസുക്കി എന്ന് എഴുതിയത് മാത്രം നോക്കിയാൽ മതി. മാരുതി 40% വലുപ്പത്തിലും സുസുക്കി 60% വലുപ്പത്തിലും അതിൻ്റെ ലോഗോ പതിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ടെക്നോളജിക്കൽ കോൺട്രിബ്യൂഷനായിട്ട് 3% മാത്രമാണ് സുസുക്കി ഇന്ത്യൻ മാരുതിക്ക് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ടും ഈ വലുപ്പം അവർക്ക് കൊടുക്കുകയാണ്. അതാണല്ലോ ടൈപ്പിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അതാണ് ഒരുമിച്ച് പോകുന്നതിൻ്റെ ആ സ്ട്രെങ്ത്തും വിജയവും മാരുതി സുസുക്കി ഇന്ത്യയെ കാണിച്ചത്. ഇന്ത്യയിലെ ലീഡിങ് കമ്പനിയാണ്. ഇപ്പോൾ മാരുതി ഇതേ വിജയഗാഥ നിലനിർത്തിക്കൊണ്ട് തന്നെ ടൊയോട്ട എന്ന ജപ്പാൻ ഭീമനെ ഒരുമിച്ച് നിർത്തുകയാണ്. അവരായിട്ടൊരു കൊലാബറേഷൻ പുതിയ രീതിയിൽ. കാരണം ഇന്ത്യൻ മാരുതി കമ്പനി ഫാക്ടറിയിൽ നിർമ്മിച്ച അവരുടെ വെഹിക്കിള് ടൊയോട്ടയുടെ ലോഗോ വെച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്കാരെന്ന നിലക്ക് നമുക്ക് ഭയങ്കര അഭിമാനമാണ്. എന്നാൽ ടൊയോട്ടയെ നോക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടമായി. കാരണം മാരുതീൻ്റെ വണ്ടി എടുത്ത് ടൊയോട്ട ലോഗോ വെച്ചു. പക്ഷേ ടൊയോട്ട വളരെ മുന്നേ കണ്ട് ഈ ടൊയോട്ട കമ്പനിയുടെ വാഹനങ്ങൾ തിരിച്ച് മാരുതിക്കും കൊടുത്തു. ഇതാണ് ലോകത്തിൻ്റെ പുതിയ വിജയഗാഥ. അപ്പോൾ ആരുമായിട്ടും എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂടിച്ചേരേണ്ട, വിജയിപ്പിക്കേണ്ട ഒരു പുതിയ ചാലഞ്ചിങ് യുദ്ധത്തിന് തയ്യാറാവേണ്ട ഒരു സമയമാണ് സംരംഭകർക്ക്, കച്ചവടർക്ക്, ഈ ബിസിനസ്സുകാർക്ക് ഈ സമയം.